ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് വചനദീപ്തി ഒരുക്കുന്ന ഈ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുമണിക്കൂറിൽ നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. 2 തിമോത്തി 3:16 പറയുന്നു, ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിൽ പരിശീലിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനുമുള്ളതാണ്. ആ വചനം ശക്തിയാണ്, ആ വചനം ഔഷധമാണ്, ആ വചനം ശക്തിയാണ്. ആ വചനത്തെ തിരിച്ചറിയുമ്പോൾ സഭാസംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും കാതലായ ഭാവമെന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിലൂടെയുള്ള സഭയുടെ യാത്രയിലുടനീളം വചനം വിളക്കായി പ്രശോഭിക്കുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 105 തിരുവചനം പറയുന്നു, അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 9 തിരുവചനം പറയുകയാണ്, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ പരിപാലിക്കുന്നു, കർത്താവെ അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. വീണ്ടും 119 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യത്തിൽ പറയുന്നു, കർത്താവെ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഇരുൾ നിറഞ്ഞ പാതയിൽ കാലിടറാതെ മുന്നോട്ട് നയിക്കുവാൻ ഈ വചനം നമ്മളെ ഒരുക്കുന്നുവെങ്കിൽ, യോഹന്നാൻ 10:10 പറയുന്നു, കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനുമാണ്, ഞാൻ വന്നതോ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം അതിൻ്റെ 3 തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവരിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. വിശ്വാസം മൂലം നാം അറിയുമ്പോൾ നിയമാവർത്തന പുസ്തകം 30 അധ്യായം അതിൻ്റെ 14 തിരുവചനം പറയുന്നു, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. അതെ, ആ വചനം അധരത്തിലുണ്ടെങ്കിൽ, ആ വചനം നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ആ വചനം പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയുമെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷികമായ പ്രചോദനത്താൽ രൂപം കൊണ്ടതല്ല, അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായതാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ സംസാരിച്ച വാക്കുകളാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവസ്നേഹമാകുന്ന വചനം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ വെളിപാട് പുസ്തകം 19 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ പറയുന്നു, രക്തത്തിൽ മുക്കിയ മേലങ്കി അവൻ അണിഞ്ഞിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ആ ദൈവവചനമാകുന്ന ക്രിസ്തു അവൻ നമ്മളോട് പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് പറയുന്ന വാക്യങ്ങൾ നീ ശ്രവിക്കുമെങ്കിൽ, അവയെ അക്ഷരം പ്രതി അനുസരിക്കുമെങ്കിൽ, വയലിലും പണിശാലയിലും നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിതമാകും. നിന്റെ മക്കളും നിന്റെ കുഞ്ഞുകുട്ടി പശുമൃഗാദികളും പെറ്റുപെരുകുമെന്ന്. നിനക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ ഈ വചനത്തിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ അതിൻ്റെ 7 തിരുവചനം പറയുന്നു, നിനക്കായി വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് ഞാൻ ചിതറിക്കും, അവരൊരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യിക്കുന്ന ആ ശക്തി നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഈ വചനം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ആ വചനത്തിൻ്റെ മഹത്വത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യാമറിയം കേട്ട വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനത്തെ അവൾ ഉദരത്തിൽ സംവഹിച്ചു. ഉദരത്തിൽ സംവഹിച്ച വചനത്തെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമ്മാനമായി നൽകിയ വചനം. ആ വചനമെന്നും ജീവിക്കുമ്പോൾ, ആ വചനത്തിൽ വ്യാപിക്കുമ്പോൾ, ആ വചനത്തിലൂടെ ജീവിച്ചു പോകുന്നവർക്ക് ദൈവം തരുന്ന സൗഭാഗ്യങ്ങൾ, വചനമനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ ലൂക്കാ സുവിശേഷം 24 അധ്യായത്തിൽ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് അവർ കടന്നു പോകുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ കൂടെ സഹയാത്രികനായി ഒരുവൻ വരുന്നു. ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടിട്ട് അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഈ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത വഴിപോക്കനാണോ നിങ്ങൾ? ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ ഒടുവിൽ അവർ എത്തേണ്ട അടുത്തെത്തി.
എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ കൂടെ വന്നവൻ മുന്നോട്ട് നടക്കാൻ ഭാവിച്ചപ്പോൾ അവർ അവനെ വിളിച്ചു. അവർ അവനോട് തിരുവചനം ഘോഷിച്ചു. ആ വചനം കേട്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, അവൻ നമ്മളോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ആ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവിടുത്തെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ മജ്ജയിൽ മാംസത്തിൽ സന്ധിബന്ധങ്ങളിൽ ചേതനകളിൽ തുളച്ചു കയറുന്ന തിരുവചനം, നിന്റെ രോഗാണുക്കളെ ആട്ടിപ്പായിക്കുന്ന തിരുവചനം, നിനക്ക് സൗഖ്യം നൽകുന്ന വചനം. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഓർക്കണം, ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ, ലാസർ രോഗിയായി കിടക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് പറയാണ്, നിന്റെ പ്രിയപ്പെട്ടവൻ അവിടെ രോഗിയായി കഴിയുമെന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം പറയുന്നു, ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാനാ. ആ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഇവന് പ്രകടമാകേണ്ടതിന് ഇതാ തിരുവചനം പറയുകയാണ്, അവിടെ ഈശോ കൂടെ സന്ദർശിക്കാറുള്ള ഭവനമാണ് ബഥാനിയയിലെ ലാസറിന്റെ ഭവനം. എന്നാൽ അവൻ രോഗിയായി കഴിയുമ്പോൾ ഈശോ അവരുടെ അടുക്കിലേക്ക് പോയില്ല. ഈശോ അവരുടെ അടുത്തേക്ക് പോയില്ല. അവൻ അടുത്ത ഗ്രാമമായ 2 ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് ബഥാനിയ ഗ്രാമം വിട്ട് അയൽ ഗ്രാമത്തിലെത്തി. അവൻ ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ ഇവിടെ ലാസർ മരിച്ചു. ലാസർ മരിച്ചതിന് ശേഷം 2 ദിവസം ഈശോ ആ ഗ്രാമത്തിൽ സഹവസിക്കുകയാണ്, അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഇതാ ലാസർ മരിച്ച് 4 നാൾ പിന്നിട്ടപ്പോഴാണ് ഈശോ ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. ആ ലാസറിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് മർത്ത ഈശോയെ കണ്ടപ്പോൾ അവൾ വിതുമ്പുകയാണ്. അവൾ വിതുമ്പുന്നത് കണ്ട് അവളോടൊപ്പം വിതുമ്പുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. എൻ്റെ മക്കളെ, നിനക്കൊരു പ്രയാസം വരുമ്പോൾ, നിനക്കൊരു അപകടം വരുമ്പോൾ മാറി നിന്ന് ചിരിക്കുന്നവനല്ല എൻ്റെ ദൈവം. നിന്റെ വേദനകളിൽ നിന്നോടൊപ്പം നിൽക്കുന്നവനാ, നിന്റെ പ്രയാസങ്ങളിൽ നിന്നോടൊപ്പം നിൽക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇവിടെ ഓർക്കണം, വഴിയിൽ വെച്ച് മർത്ത ഈശോയെ കണ്ടോടെ പറയുകയാണ്, 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ല. അവൾ അവിടെ വിശ്വാസമേറ്റ് പറയുകയാണ്, അങ്ങ് ഇവിടെ ഇല്ലാതെ പോയി. എവിടെ ഇല്ലാതെ പോയി നമ്മളെ ഓർക്കണം. എവിടെയാണ്? ഇവിടെ മർത്ത പറയുകയാണ്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ ക്രിസ്തു ഇല്ലാതെ പോകുന്നു. നമ്മളിൽ ക്രിസ്തു നഷ്ടപ്പെടുമ്പോഴാണ് അനർത്ഥങ്ങൾ നമ്മുടെ ഭവനത്തിൽ നമ്മളിലുമൊക്കെ ഉണ്ടാവുക. ഇവിടെ ലാസർ മരിച്ച് 4 നാളായപ്പോ മറിയം വന്നിട്ട് പറയുകയാണ്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ല. അവരവരുടെ വിശ്വാസം വഴിയിൽ വെച്ചേറ്റ് പറയുകയാണ്. ഈശോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആപത്തുകളെ, അപകടങ്ങളെ തരണം ചെയ്യുവാനുള്ള വഴി തമ്പുരാൻ ഒരുക്കും. കാരണം നിന്നിൽ അവനുണ്ടെങ്കിൽ 1 യോഹന്നാൻ 4:4 പറഞ്ഞു, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. ആ ശക്തനായവൻ നിന്നിലുണ്ടെങ്കിൽ ഒരനർത്ഥങ്ങളെയും നിന്നിലേക്ക് കടന്നു വരില്ല. അനർത്ഥങ്ങളെ ആട്ടിപ്പായിക്കുവാൻ, അസ്വസ്ഥകളെ ദൂരീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയണമെങ്കിൽ നിന്നിൽ വചനമുണ്ടാകണം. വചനത്തിൻ്റെ ശക്തി നിന്റെ മേൽ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പറയുകയാണ്, അവൻ നമ്മളോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. അതെ, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ഈ ജ്വലനം നമുക്കുണ്ടാകുന്നുവെങ്കിൽ യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാക്ക് കേൾക്കുക, നീ ജീവിക്കും, നീയുമായി ഞാനൊരു ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കുന്നു. ദാവീദിനോടെന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടാമെന്ന്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദാവീദിനോട് അവൻ സ്നേഹം കാട്ടിയത്? ഈ ദാവീദ് ആരായിരുന്നു? ദാവീദിൻ്റെ ഇന്നലകൾ നോക്കുമ്പോൾ സഹോദരങ്ങളിൽ ഏറ്റവും കാര്യപ്പിടിപ്പില്ലാത്തൊരുവൻ, ആ അപ്പൻ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു വിട്ടിരുന്നവൻ, ആടുകളെ മേയ്ക്കാനായിട്ട് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവനെ ഏൽപ്പിക്കുന്ന ആടുകളുടെ പള്ളയിൽ ഗർഭിണികളായിട്ടുള്ള ആടുകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തി പറഞ്ഞു വിടുന്ന യജമാനൻ, അപ്പൻ.
ആ അപ്പനങ്ങനെ പറഞ്ഞു വിടുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കണക്ക് ചോദിച്ച് ആ കണക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവൻ ഇതാ സാമുവേൽ പ്രവാചകനിലൂടെ ജസ്സയുടെ ഭവനത്തിലേക്ക് അയക്കപ്പെടുകയും ദൈവം തെരഞ്ഞെടുത്ത ദാവീദിന്റെ മേൽ തൈലാഭിഷേകം നടത്തി അവനെ ആ ഒരു സമൂഹത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കർത്താവ് കൈപിടിച്ചു ഉയർന്ന് നമുക്ക് കാണാം. ആ ആടുകളെ മേച്ച് നടന്ന ദാവീദ്, പിന്നീട് ദാവീദിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, ദാവീദ് പിന്നീട് ഇതാ ഗോല്യാത്തിനെ തകർക്കാനായിട്ട് പോകുമ്പോൾ എന്താണ് അവിടെ സഹോദരങ്ങൾക്കുള്ള ഭക്ഷണവും കൊണ്ടുപോകുമ്പോൾ ഗോല്യാത്ത് എന്ന് പറയുന്ന ഫിലിസ്തീനയുടെ തലവനായ ഗോല്യാത്ത് വന്നിട്ട് ഇതാ ദാവീദിന്റെ സഹോദരങ്ങളെ ആയിട്ട് യുദ്ധത്തിന് വന്ന് അവൻ ഇവരെ ജയ്ഭേരി മുഴക്കിക്കൊണ്ട് ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവൻ ആക്രമണം നടത്താനായിട്ട് ഒരുങ്ങുമ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ പീഡിപ്പിക്കാൻ വന്ന ഈ ഫിലിസ്ത്യ പരീക്ഷയോട് പോരാടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജ്യേഷ്ഠന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ അവനോട് പോരാടാൻ ഞങ്ങളോ കായബലമുള്ളവര്, നീയോ പൊക്കം കുറഞ്ഞവൻ, നിനക്കെങ്ങനെ ഇവനെ തോൽപ്പിക്കാനാവും? അവൻ പറയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെയും കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ ചെന്നായ്ക്കടയിടയിൽ നിന്നും പുലിയ സിംഹത്തിന്റെ കയ്യിൽ നിന്നും എൻ്റെ ആടുകളെ രക്ഷിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട്. യെരമ്യാ പ്രവാചകൻ 30-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, നീ പോകുന്നിടത്തൊക്കെ നിന്നെ രക്ഷിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞവനെ അറിയുമെങ്കിൽ, അവനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, എബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ അവിടുന്ന് നമ്മുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കാണാം. ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, എൻ്റെ നിയമങ്ങൾ അവരറിയും, അവ അവരുടെ ഹൃദയങ്ങൾ ഞാൻ ആലേഖനം ചെയ്യും, അപ്പോൾ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അതെ, ആ ദൈവം എൻ്റെ രക്ഷകനായിട്ട് കടന്നു വരുമെങ്കിൽ, ഞാൻ ആ വചനമാകുന്ന ക്രിസ്തുവില് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ ദൈവം എന്നെ നയിക്കുമല്ലോ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദാവീദ് ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി അവരോധിച്ചു കഴിഞ്ഞപ്പോ ഊറിയാവ് അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്നു. യുദ്ധം ചെയ്യാൻ പോയപ്പോ ഊറിയാവിന്റെ ഭാര്യ ബേർശബായും കൂട്ടുകാരികളും കൂടെ ഇതാ പുഴയിൽ വന്ന് കുളിച്ച് തിമിർത്ത് ഒച്ച വെക്കുമ്പോൾ ദാവീദ് രാജാവ് മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, പ്രജകളെല്ലാം യുദ്ധത്തിൽ നിൽക്കുമ്പോൾ രാജാവ് യുദ്ധക്കളത്തിൽ ഉണ്ടാകുന്നത് ഒരു ധർമ്മമാണ്. രാജാവ് യുദ്ധക്കളത്തിലുണ്ടെങ്കിൽ പ്രജകൾക്ക് ഭടന്മാർക്ക് വീര്യം കൂടും. എന്നാൽ ഇവിടെ ദാവീദ് എന്ത് ചെയ്തു? വെറും ആടുകളെ മേച്ച് നടന്ന ദാവീദ് ഒടുവിൽ രാജാവായി അവരോധിക്കപ്പെട്ടപ്പോൾ ഉച്ച കഴിഞ്ഞ് അവൻ മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. തൻ്റെ വേണ്ടി തൻ്റെ ആൾക്കാരെല്ലാം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് വിശ്രമിച്ച് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ അപ്പുറത്ത് പെണ്ണുങ്ങള് ആ പുഴയിൽ വന്ന് കുളിച്ചിട്ട് രാജാവ് മട്ടുപ്പാവിയുടെ ഉലാത്തം കണ്ടപ്പോൾ രാജാവിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ കിടന്ന് ബഹളമുണ്ടാക്കി, അവര് ഇല്ലാത്ത ശബ്ദമുണ്ടാക്കി, കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ദാവീദിന്റെ ശ്രദ്ധ തിരിഞ്ഞു. രാജാവിന്റെ നോട്ടം ആ പെണ്ണുങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ അവര് മറക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് കാണത്തക്കവണ്ണം രാജാവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ആരാണ് ആ പെണ്ണ്? പെട്ടെന്ന് പടയാളി പറയുകയാണ്, അങ്ങയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ആ ഊറിയാവിന്റെ ഭാര്യ, അവളുടെ പേര് ബേർശബ എന്ന. അവളെ രാജാവ് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് അവൾ വീട്ടിൽ വന്നു. രാജാവുമായിട്ട് അവള് വേഴ്ചയിൽ ഏർപ്പെടുന്നു. ദിവസങ്ങൾക്ക് ശേഷം ബേർശബായ വന്നിട്ട് രാജാവിനോട് പറയുകയാണ്, രാജാവെ പറ്റിപ്പോയി, ഇപ്പോഴെൻ്റെ വയറ്റിൽ ജീവന്റെ തുടിപ്പ് ഇതാ ഉത്ഭവിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ ഗർഭിണിയാണ്. നാളുകളായിട്ട് ഭർത്താവ് യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ നാട്ടിൽ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് അന്നത്തെ നാട്ടു നടപ്പ്. യഹൂദ ആചാരപ്രകാരം അതാണ്. എന്നാൽ ഈ സമയം താൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, ഓർക്കണം, ദാവീദ് എന്ന് പറയുന്ന രാജാവ് താൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ യുദ്ധം മുറുകിയിരിക്കുന്ന സമയത്ത് പടയാളിയായ ഊറിയാവിനെ വിളിക്കുകയാണ്. പടത്തലവൻ യോബാബിനെ അറിയിക്കാതെ ഊറിയാവിനെ ആളയച്ച് വിളിപ്പിച്ച് ഊറിയാവിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഊറിയാവിനോട് ചോദിക്കുകയാണ്, യുദ്ധക്കളത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം? സാധാരണ യുദ്ധക്കളത്തിലെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പടത്തലവനെ വിളിച്ചാണ്. സാധാരണ ഒരു പടയാളിയെ വിളിച്ചാരും ചോദിക്കാറില്ല. ഇവിടെ ഊറിയാവിന്
അസമയത്ത് കിട്ടിയ ഒരു സൗഭാഗ്യം, അസമയത്ത് കിട്ടിയ ഒരു സൗഭാഗ്യം എന്താണ്? അവിടെ രാജാവ് അവനെ രാജാവിൻ്റെ തീൻമേശയിൽ വിരുന്നൊരുക്കുന്നു. മാത്രമല്ല അവനെ അമിതമായിട്ട് മദ്യം കൊടുത്ത് മയക്കുന്നു. മദ്യം കൊടുത്ത് മയക്കിട്ട് അവനോട് പറയുകയാണ്, നീ ഭവനത്തിൽ പോയി ഭാര്യയോടൊപ്പം വിശ്രമിക്ക്. നാളുകളായില്ലേ യുദ്ധക്കളത്തിൽ കിടന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്, പോയി ഭവനത്തിൽ പോയി വിശ്രമിക്ക്. ആ രാത്രിയിൽ ദാവീദ് രാജാവ് സ്വസ്ഥമായിട്ട് ഉറങ്ങി. കാരണം അതാണ്, താൻ മൂലം ഒരു പെണ്ണ് ഗർഭിണിയായിട്ടുണ്ട്. അവിടെ അരികിലേക്ക് അവിടെ ഭർത്താവിനെ വിട്ടിരിക്കുക. നാളെ വേണമെങ്കിൽ ആ ഗർഭം ഇവൻ്റെതാണെന്ന്, ഊറിയാവിൻ്റെതാണെന്ന് പറയാൻ വേണ്ടി രാജാവ് കണ്ടു ഭയം. അവിടെ പിറ്റേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നപ്പോൾ ദാവീദ് കാണുന്നത് എന്താണ്? ഊറിയാവ് ഇതാ നടുത്തളത്തിൽ പടയാളികളോടൊപ്പം കാവൽക്കാരോടൊപ്പം കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ചോദിച്ചു, നീ പോയില്ലേ ഭവനത്തിൽ? അവന് പറയാണ്, രാജാവേ, എൻ്റെ കൂടെയുള്ള മറ്റു പടയാളികളൊക്കെ യുദ്ധക്കളത്തിൽ മഞ്ഞും മഴയും കൊണ്ട് കിടക്കുമ്പോൾ എനിക്കങ്ങനെ എൻ്റെ ഭവനത്തിൽ പോയി എൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചോദിക്കുന്ന ആ രാജഭക്തിയുള്ള ആ മനുഷ്യൻ്റെ കയ്യിൽ അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും രാജാവ് ഇത് പ്രകാരം തന്നെ മദ്യം കൊടുത്തു. അവന് മദ്യപിച്ചു. പക്ഷെ അവൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല, ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായില്ല. അടുത്ത സുപ്രഭാതത്തിൽ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ രാജാവ് ഇവൻ്റെ കയ്യിൽ ഒരു തിട്ടൂരം കൊടുത്തു വിടുകയാണ്. ആ തിട്ടൂരവുമായിട്ട് ഇവൻ കടന്നു പോകുമ്പോൾ വഴിയോരത്ത് വെച്ച് ഒരിക്കലെങ്കിലും ആ തിട്ടൂരം വന്ന് വിതർത്തു നോക്കിയിരുന്നെങ്കിൽ ഇത് രാജാവ് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിലേൽപ്പിച്ച മരണവാറണ്ടാണെന്ന് അവൻ അറിയുന്നില്ല. ആ നിരപരാധിയായ മനുഷ്യൻ പടത്തലവൻ്റെ അടുക്കൽ കൊണ്ടിരുന്ന രാജാവ് തന്ന തിട്ടൂരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനേറെ അഭിമാനത്തോടാണ് കൊടുത്തത്. ആ തിട്ടൂരം നിവർത്തി വായിച്ച പടത്തലവൻ പകച്ചു നിൽക്കുകയാണ്. ഈ തിട്ടൂരവുമായിട്ട് വരുന്നവനെ നാളത്തെ യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിൽ നിർത്തുക, യുദ്ധം മുറുകുമ്പോൾ ഇവനെ ചതിവിൽ കൊല്ലുക, ഇതാണ് ആ തിട്ടൂരത്തിലെ വിവരം. ഇതൊന്നും അറിയാതെ അടുത്ത പ്രഭാതത്തിൽ യുദ്ധത്തിന് ഇറങ്ങുന്ന ഊറിയാവ് യുദ്ധക്കളത്തിൽ വെച്ച് ഇതാ ദാവീദ് ഒരുക്കിയ ചതിയില് പടത്തലവൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഇതാ കൂടെ പട വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് വലിക്കുന്നു. അനേകം പടയാളുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് പട പൊരുതുന്ന ഊറിയാവ് ഒരു നിമിഷം പകച്ചു. താൻ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും ഈ സമയത്ത് എതിരാളിയുടെ വാൾമുനയേറ്റ് പിടഞ്ഞു മരിക്കുന്ന ഊറിയാവിനെ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഊറിയാവിനെ പിന്നീട് കാണുന്നത് തൻ്റെ മരണ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ആ സമയത്ത് രാജാവ് പറയാണ്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയവൻ നമ്മുടെ നാടിനു വേണ്ടി മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബവും വഴിയാധാരമാകുന്നത് നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് അത് നമുക്ക് സഹിക്കാനാവാത്തത് കൊണ്ട് ബേർഷേബായെ ഇന്നു മുതൽ നമ്മുടെ അന്തഃപുരത്തിൽ നമ്മുടെ ഉപനാരികളിൽ ഒരാളായിട്ട് അവളെ കൂടെ കരുതിയേക്കാം. ആൾക്കാരൊക്കെ രാജാവിനെ പുകഴ്ത്തി. ഇങ്ങനെ നീതിയോടെ ഭരിക്കുന്ന രാജാവോ, ഇങ്ങനെ നീതിയോടെ നിർവഹിക്കുന്ന രാജാവോ? പ്രിയപ്പെട്ടവരെ, അടുത്ത പ്രഭാതത്തിൽ 2 സാമുവേൽ പുസ്തകം 12-ാം അധ്യായത്തിൽ നാഥാൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരികയാണ്. നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, അങ്ങ് നീതിയോടെ നാട് ഭരിക്കുമ്പോൾ അങ്ങ് അറിഞ്ഞില്ലേ, അങ്ങയുടെ നാട്ടിൽ ഒരു 100 ആടുള്ള ഒരു യജമാനൻ, ഒരു മുതലാളി, അവൻ്റെ അയൽപക്കത്ത് ഒരു പാവപ്പെട്ട കർഷകൻ, അവൻ വേലക്കൂലി മിച്ചം വെച്ച് ആ പണം കൊണ്ട് ഒരു പെണ്ണാടിനെ വാങ്ങി. ആ പെണ്ണാട് അവൻ്റെ മക്കളോടൊപ്പം കളിക്കുന്നു, ശയിക്കുന്നു, അവൻ്റെ മക്കളോടൊപ്പം ഉല്ലസിക്കുന്നു. അങ്ങനെ ഇരിക്കെ 100 ആടുള്ളവൻ്റെ വീട്ടിൽ വിരുന്ന് വന്നവനെ സൽക്കരിക്കാൻ വേണ്ടി ഈ ഒരാടുള്ളവൻ്റെ ആടിനെ ബലാത്കാരമായിട്ട് കൊണ്ടുപോയി കശാപ്പ് ചെയ്തു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ചോദിച്ചു, ഇത് നീതിയാണോ രാജാവേ? ഇത് ന്യായമാണോ രാജാവേ? പെട്ടെന്ന് കോപാകുലനായി ദാവീദ് രാജാവ് ചാടി എന്നിട്ട് പറയാണ്, ആ പാപി നീ തന്നെ, ആ പാപി നീ തന്നെ. ഓർക്കണം ദാവീദേ, നീ ആരായിരുന്നു ഇന്നലകളില്? വെറും ആടുകളെ മേച്ച് നടന്ന നിന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ദൈവത്തിന്റെ കാരുണ്യത്താൽ നിന്നെ ഈ നാട്ടിലെ രാജാവാക്കി. നീ ഇവിടുത്തെ നിന്ന് വലിയ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളില് അവിടുത്തെ ഭാര്യമാരെയൊക്കെ രാജ്യമാരെയൊക്കെ നിന്റെ ഉപനാരികളാക്കി. എന്നിട്ടും നിനക്ക് വേണ്ടി, നിന്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ആ പാവപ്പെട്ടവനെ, അവൻ്റെ ഭാര്യയെ പാട്ടിലാക്കി അവനെ ചതിവിൽ കൊന്ന നീ തന്നെയാണ് ആ പാപി എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് രാജാവ് എന്താണ് ചെയ്തത്? ദാവീദ് പ്രിയപ്പെട്ടവരെ താൻ ചെയ്ത അപരാധങ്ങൾ ഓർത്ത്
ആ മനുഷ്യൻ കാൽമുട്ടുകൾക്കിടയിലേക്ക് തല പൂഴ്ത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി, ദൈവത്തെ വിളിച്ച് വിലപിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ണുനീരിൽ മുക്കി അദ്ദേഹം പാടിയ പാട്ടാണ് സങ്കീർത്തനങ്ങളായിട്ട് മാറുന്നത്. യെശയ്യാ പ്രവാചകൻ 55:3 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാക്ക് കേൾക്കുക, നീ ജീവിക്കും, നീയുമായി ഞാനൊരു ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കുന്നു. ദാവീദിനോടെന്നതുപോലെ അനുതപിക്കുന്ന പാപിയെ ചേർത്ത് പിടിച്ച കർത്താവ് ദാവീദിനോട് കാട്ടിയ കാരുണ്യം നിന്നോടും കാട്ടണമെങ്കിൽ വചനത്തിൽ ജീവിച്ചുകൊണ്ട് വചനത്തിന്റെ പ്രഭയിൽ നീ വ്യാപരിക്കുമ്പോൾ, ആ വചനത്തിന്റെ ഉൾക്കാമ്പ് കണ്ടെത്തി നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് മക്കളെ നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ പരിപാലിക്കുന്നത്. ഓർക്കുമല്ലോ, നബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, ആ നബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് തന്റെ സ്വർണ്ണ ബിംബ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് പ്രജകളോടൊക്കെ പറഞ്ഞു, ഈ രൂപത്തിന് മുട്ടുമടക്കി ആരാധിക്കാൻ, കുമ്പിട്ട് ആരാധിക്കാൻ. എന്നാലോ അവിടെയുള്ള 3 യുവാക്കള്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, ആ 3 യുവാക്കൾ അതിന്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, അവരോട് പറഞ്ഞു, ഈ ബിംബത്തിന് മുമ്പിൽ ആരാധിക്കാൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാ. ദാവീദ് ഇതാ നബൂഖദ്നേസർ രാജാവ് നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ ആളല്ല, കാരണം ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഞങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാ. 139-ാം സങ്കീർത്തനം 5-ാം തിരുവചനം പറയുന്നു, കർത്താവ് എനിക്ക് മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരമന്റെ ശിരസിലുണ്ട്, ഈ അറിവെന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതേ, കൂടെ നടക്കുന്ന ദൈവം, മുൻപിലും പിൻപിലും കാവലായി നിൽക്കുന്ന ദൈവം, അവിടുത്തെ കരം വെച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ആ വചനം വായിച്ച് ശീലിക്കുന്ന, വചനം വായിച്ച് വളരുന്ന മക്കൾക്ക് കിട്ടുന്ന സൗഭാഗ്യം, കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങി അവർ മുട്ടുമടക്കാഞ്ഞതിന്റെ ബിംബത്തെ ആരാധിക്കാതെ വന്നപ്പോ ഇതാ 7 മടങ്ങ് തീ കൂട്ടുമ്പോ 7 മടങ്ങായിട്ട് തീ വർദ്ധിപ്പിച്ച് അതിന്റെ ആ തീക്കുണ്ടത്തിലേക്ക് ഈ 3 യുവാക്കളെ, ശദ്രാക്ക്, മേശാക്ക്, അബ്ദിനഗോ, ഈ 3 യുവാക്കളെ എടുത്തെറിയാനായിട്ട് വരുമ്പോ തീയുടെ ചൂടേറ്റ് കൊണ്ടുവന്ന പടയാളികൾ പലരും പെടഞ്ഞു വീണ് മരിക്കുന്നു. എന്നിട്ട് ഇവരെ 3 പേരെയും എടുത്ത് തീക്കുണ്ടത്തിൽ എറിയുമ്പോ രാജാവ് നോക്കുമ്പോ എണ്ണി വന്നപ്പോ കാണുകയാണ് 4 പേര്. രാജാവ് ചോദിച്ചു, എത്ര പേരെ എറിയാൻ പറഞ്ഞത്? 3 പേരെ. എത്ര പേരെ എറിഞ്ഞു? പറഞ്ഞു 3 പേരെ. ഇപ്പോഴെത്ര പേരുണ്ട്? അവരെണ്ണുമ്പോ 4 പേര്. ചോദിച്ചു, ആരാണ് ഈ 4-ാമൻ? ആരാണ് ഈ 4-ാമൻ? അവരൊരു നടക്ക പറയാണ്, ശദ്രാക്കും മേശാക്കും അബ്ദിനഗോയും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു, അവൻ ഞങ്ങൾക്ക് 4-ാമനല്ല, അവൻ ഞങ്ങൾക്ക് 1-ാമനാണ്. അതേ, തീക്കുണ്ടത്തിൽ 3 യുവാക്കളെ എറിയപ്പെട്ടപ്പോ അവര് പറയാണ്, അല്ല, ഈ തീക്കുണ്ടത്തിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുകയാണ് അവിടുത്തെ ലക്ഷ്യമെങ്കിൽ 3:17 പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അല്ല, ഈ തീക്കുണ്ടത്തിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുകയാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ ഹിതമെങ്കിൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതിൽ നിന്ന് ഞങ്ങൾ മാറി നടന്നതിന്, ഞങ്ങൾ വ്യതിചലിച്ചതിന് ദൈവം നൽകുന്ന ശിക്ഷയായിട്ട് കരുതിക്കൊള്ളാം. എന്നാൽ നബൂഖദ്നേസറേ, നീ ഉണ്ടാക്കി വെച്ച ബിംബത്തിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. അതേ പ്രിയപ്പെട്ടവരെ, 4-ാമനല്ല 1-ാമനായി തീക്കുണ്ടത്തിൽ എറിയപ്പെട്ട യുവാക്കളുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. നിനക്കൊരു പ്രശ്നം വന്നാൽ മാറി നിൽക്കുന്നവനല്ല എൻ്റെ ദൈവം, അവൻ നമ്മുടെ കൂടെയുണ്ടല്ലോ, അവൻ നമ്മളെ പരിപാലിക്കുമല്ലോ. അവനിൽ ആശ്രയിക്കുന്നവരെ ഒരുവനെയും കൈവിട്ട് കളയാത്ത ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെയും പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവനെന്നും മതിയായവനാണല്ലോ. അവൻ നമ്മളെ പരിപാലിക്കുന്നവനാണ്. അവൻ്റെ പേര് പരിപാലകൻ എന്നാണ്. ഈ മണിക്കൂർ നമുക്കൊരുക്കി തന്ന ദൈവത്തെ, ആ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കിക്കൊണ്ട് ആ ദൈവത്തോടൊപ്പം നമുക്ക് ചിന്തിക്കാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് നമുക്ക് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും തമ്പുരാൻ വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.